ഹിന്ദു ദൈവങ്ങളെല്ലാം, ഹിന്ദു വിഗ്രഹങ്ങളെല്ലാം മൈനറുടെ ലീഗൽ പദവിയിലുള്ളതാണ്. അപ്പോൾ ആ മൈനറുടെ പെർപ്പച്വൽ മൈനറായിട്ടുള്ള ആ DTയുടെ ഫാദർ, അതല്ലെങ്കിൽ പിതൃസ്ഥാനീയൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ്. SIT കസ്റ്റഡിയിലായിരുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ. തീർച്ചയായിട്ടും ശബരിമല തന്ത്രി തന്നെ, അതായത് ദേവന്റെ പിതസ്ഥാനത്തുള്ള തന്ത്രി തന്നെ അറസ്റ്റിലാവുന്നു, അതും ദേവന്റെ സ്വത്ത് അപഹരിച്ച കേസിൽ എന്നുള്ളത് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റിലായിട്ടുള്ള തന്ത്രിയെ മറ്റ് നടപടിക്രമങ്ങൾക്കായി കൊണ്ടുപോകുന്നു അന്വേഷണ ഏജൻസി. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ. ഇനി വൈദ്യ പരിശോധന ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കി ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അറസ്റ്റ് ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഇനി കോടതിയിലേക്ക് കൊണ്ടുപോകുക. അതിന് മുൻപായിട്ടുള്ള വൈദ്യ പരിശോധന എന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, നമ്മൾ പറഞ്ഞു വന്നതുപോലെ അറസ്റ്റിന്റെ ഇലമെന്റ് ഉണ്ട് എന്ന് അന്വേഷണ ഏജൻസിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സ്ഫോടനാത്മകമായ വാർത്തയാണ്. ശബരിമലയിലെ ദേവന്റെ സ്വത്ത് അപഹരിച്ചത് ദേവന്റെ പിതൃസ്ഥാനത്തുള്ള തന്ത്രിയുടെ കൂടി ആലോചനയിലോ സാന്നിധ്യത്തിലോ ഒത്താശയിലോ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും സ്ഫോടനാത്മകമായ ഒരു വാർത്തയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല തന്ത്രി തന്നെ കണ്ഠരര് രാജീവര് തന്നെ അറസ്റ്റിലാകുന്നു എന്ന വലിയ പ്രത്യേകതയുണ്ട്. കണ്ഠരര് രാജീവരുടെ ജ്യേഷ്ഠൻ മോഹനര് മുൻപ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം 2 പതിറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കിയത് ഓർമ്മയിലുണ്ടാകും. താഴമൺ കുടുംബത്തിന് താന്ത്രിക അവകാശം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. അങ്ങനെ പാരമ്പര്യമായി താന്ത്രിക അവകാശമുള്ള താഴമൺ കുടുംബത്തിലെ കണ്ഠരര് രാജീവര് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാവുന്നു എന്നുള്ളത് ഈ കേസിലെ ഒരു നിർണായകമായ വഴിത്തിരിവാണ് എന്ന് പറയേണ്ടി വരും. ആരെയാണോ പാലിക്കാൻ നിയോഗിച്ചിരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവായ ചുമതലയിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. ദേവന്റെ പിതൃസ്ഥാനത്തുള്ള ദൈവികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട തന്ത്രിയും കൂടി അറസ്റ്റിലാകുമ്പോൾ ഇത് ദേവസ്വം ബോർഡും ശബരിമല തന്ത്രിയും കൂടി ഒരുമിച്ചുള്ള ഇവരുടെ രണ്ടുപേരുടെയും ഒരുമയിലുള്ള ഒരു വലിയ കൊള്ളയായിരുന്നു. അയ്യപ്പനെ കൊള്ളയടിച്ചു. അതാണ് നമ്മൾ ഇനി റിമാൻഡ് റിപ്പോർട്ട് ഒരു കോടതിയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട. റിമാൻഡ് റിപ്പോർട്ട് എന്തായിരുന്നു തന്ത്രി റോൾ? തന്ത്രിയാണോ ഈ ഗൂഢാലോചനയിലെ ഈ കൊള്ളയുടെ കിൻബിൻ എന്നതിലേക്കൊക്കെ പോകുമോ? നമുക്ക് തന്ത്രിയാണ്. മാത്രമല്ല അഭിലാഷ്, നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന ഈ സമയമുണ്ട്. സമയം എന്ന് പറയുമ്പോൾ ശബരിമലയിലെ പവിത്രമായ ഒരു ഉത്സവം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് പോലും ഒരു തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അത്രത്തോളം സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. തീർച്ചയായും അതാണ് വളരെ പ്രധാനപ്പെട്ടത്. മകരവിളക്ക് കഴിയാൻ കാത്തിരുന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ താഴമൺ കുടുംബാംഗമായ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റിലാവുന്നത് ആ കേസിന്റെ ഗൗരവം അത്രമേൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. വളരെ നിർണായകമായ ഒരു സ്റ്റെപ്പിലേക്ക്, കിങ് പിന്നിലേക്ക് അറസ്റ്റ് നേടിയിട്ടുണ്ടെങ്കിൽ പോറ്റിയെ കയറ്റിയത് ആരാണ്? പോറ്റിയെ കയറ്റിയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് തന്ത്രി കണ്ഠരര് രാജീവരുടെ മുൻകൈയിലാണോ? അതിന്റെ കൂടി ഉത്തരമാണ് നമുക്ക് ഇപ്പോൾ ഇൻചക്കൽ ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ജിബിൻ JB കൂടി ചേർന്നുണ്ട്. ജിബിൻ, തന്ത്രിയുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നു ഔദ്യോഗികമായി. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത നടപടി വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കണം. ഇപ്പോൾ തന്ത്രിയുമായി അന്വേഷണ സംഘം എവിടെയാണുള്ളത്? പ്രജീഷ്, ഇന്ന് രാവിലെയോട് കൂടിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിനുശേഷം തിരുവനന്തപുരത്ത് തന്നെയുള്ള രഹസ്യ കേന്ദ്രത്തിൽ തന്ത്രിയെ ചോദ്യം ചെയ്ത് വരികയായിരുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആറ്റിങ്ങലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഓഫീസിൽ വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ തുടരുന്നതെന്നാണ് നമുക്ക് ചോദ്യം ചെയ്യൽ നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ അന്വേഷണ സംഘ തലവൻ, അതായത് ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മുഴുവനെ തന്നെ ആറ്റിങ്ങിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് അല്പസമയം മുൻപ് ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് തന്ത്രി എത്തിച്ചിരിക്കുന്നത്. തന്ത്രിയോടൊപ്പം തന്നെ ശബരിമലയിൽ തന്ത്രിയുടെ സഹായിയായി ഉണ്ടായിരുന്ന ആൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ പറയുന്നത് പോലെ തന്നെ ശബരിമല സ്വർണ്ണ കേസിന്റെ ഏറ്റവും വലിയ നിർണായകമായ ഒരു അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ പത്മകുമാറിന്റെ അറസ്റ്റ് നടന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ തന്ത്രിയിലേക്ക് എത്തിയിരുന്നു. ദൈവതുല്യനായ ഒരാൾ ഉണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് അന്ന് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അന്ന് തന്നെ ഈ തന്ത്രി രാജീവരുമായി ബന്ധപ്പെട്ട പേരുകൾ അന്ന് പുറത്തു വന്നിരുന്നു. പിന്നീട് ചോദ്യം ചെയ്യാനായി ഈ മൊഴിയെടുക്കുന്നതിന് വേണ്ടി തന്ത്രി വിളിച്ചു വരുത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും പറഞ്ഞത് തനിക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, ശബരിമലയിൽ വെച്ച് കണ്ടുള്ള പരിചയമുണ്ട്. അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിച്ചത് താനല്ല. തനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിവരങ്ങളും ഇല്ല എന്നാണ് അന്ന് തന്ത്രി കണ്ഠരര് രാജീവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞത്. SITയുമായുള്ള ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് കൊണ്ട് കൂടുതൽ വിവരങ്ങൾ തനിക്ക് പുറത്തു പറയാൻ സാധിക്കില്ല എന്ന് അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും നിർണായകമായ ഒരു അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് രാവിലെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. രാവിലെ മുതൽ ഇത്രയും മണിക്കൂർ, ഏകദേശം 4 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ചോദ്യം ചെയ്യലിനൊടുവിലാണ് തന്ത്രി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കലുള്ള ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി അറസ്റ്റ്